കേരളത്തിലെ ബിരിയാണിക്ക് ഇപ്പോഴൊരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആള് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആശ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കാം. വാ, ആൾക്ക് ബിരിയാണി കൊടുത്തു രാവിലെ. ബിരിയാണി കിട്ടിയോ? ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന ബിരിയാണി നിനക്കുള്ള ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വരുന്നാ? എന്നാ വണ്ടി പിടിച്ച് പെട്ടെന്ന് ഓടി വാ. നീ ഇപ്പൊ എവിടെയുള്ള? കൊല്ലത്തോ? ആലപ്പുഴ. എപ്പോ വരാനാ? ഇപ്പോ ഈ വരുന്ന 12-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് നമ്മളെ മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന വലിയൊരു മെഗാ ഇവന്റ് ഉണ്ട്. ബിരിയാണി ഫസ്റ്റ്. മൊത്തം ബിരിയാണി 30 അമ്മമാര് ബിരിയാണി ഉണ്ടാക്കി തരും നിനക്ക്. കൂടെ മമ്മൂട്ടി ഉണ്ട്. മമ്മൂക്കന് ഇഷ്ടമാണോ? അപ്പൊ മമ്മൂട്ടി ഉണ്ടാവും. കൂടെ തന്നെ 30 തരം വെറൈറ്റി ബിരിയാണി ഉണ്ടാവും. നീ വരുവോ? എന്തായാലും വരണം കേട്ടോ. എന്നാ ഡേറ്റ് എന്നാ? നിനക്ക് എന്ത് ബിരിയാണി ഇഷ്ടം? ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ? ഞാൻ കുറച്ച് ബിരിയാണി കാണിച്ചില്ല. കണ്ടോ? ഇത് കണ്ടോ ബിരിയാണി കണ്ടോ? കുറേ ബിരിയാണി കണ്ടോ? കണ്ടോ? കുറേ അമ്മമാര് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഒറിജിനൽ പേര്? ത്രിജൽ അല്ലേ? ത്രിജൽ. ഓക്കെ. ശങ്കരന്ന് വിളിക്കും. ആയിക്കോട്ടെ. അപ്പൊ കൊച്ചിയിലാണ് പരിപാടി. അപ്പൊ എന്തായാലും അവനെയും കൂട്ടി വരണം. ആലപ്പുഴ വരുമ്പോ അംഗനവാടി വരുമ്പോ ബിരിയാണി വാങ്ങിത്തരാം. ഓക്കെ. അപ്പൊ എല്ലാ ഫ്രണ്ട്സോടും അന്വേഷണം പറ. ഓക്കെ. അപ്പം ത്രിജലാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത്. അവൻ്റെ ബിർനാണിയും പിന്നെ അതുപോലെ തന്നെ പൊരിച്ച കോഴിയും. അങ്കണവാടിയിൽ വെച്ച് ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നാണ് അവൻ്റെ ആവശ്യം. അതായത് ഉപ്പുമാവ് വേണ്ട, ഉപ്പുമാവ് മടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജയിലിൽ മട്ടനും ചിക്കനെല്ലാം കൊടുക്കുന്നില്ലേ, അങ്കണവാടി കൊടുത്തൂടെ, പിന്നെ കൊച്ചു പിള്ളേരുടെ ആവശ്യമല്ലേ, ആഗ്രഹമല്ല, സാധിച്ചു കൊടുത്തൂടെ അവേ എന്നുള്ള ഡയലോഗ്. അങ്ങനെ നിരവധി കമൻറ്റുകൾ വരുന്നു. ആടെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ വെച്ച് ഈ മാസം ഫെബ്രുവരി 12-ാം തീയതിയാണ്. മമ്മൂക്കയാണ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ ആ ദിവസം നമുക്ക് ത്രിജലിനെ പങ്കെടുപ്പിക്കുന്ന പരിപാടിക്ക് അതിനുവേണ്ടിയാണ് ക്ഷണിച്ചത്. അവിടെ ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തെ ക്ഷണിച്ചിരുന്നു, ട്രിവാൻഡ്രത്ത് ഇവൻറ്റിലേക്ക്. പക്ഷേ ട്രിവാൻഡ്രത്ത് അവൻ എത്താൻ കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ പറ്റിയില്ല. അപ്പം ഗ്രാൻഡ് ഫിനാലേക്ക് എന്തായാലും നമുക്ക് ത്രിജലിനെയും കൂട്ടി അടിച്ചു പൊളിക്കണം. അപ്പോൾ ഓക്കെ, ബൈ. ഇവിടെ നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ ബിരിയാണി കൊതിയൻ ഹരീഷാണ്. അപ്പോൾ ഹരീഷിൻ്റെ ടീമിലേക്ക് ഇതേ ഒരാൾ കൂടി വന്നിരിക്കുകയാണ്, ശങ്കരൻ. ഹരീഷ് തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട് ശങ്കരൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. ഹരീഷ്, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച നമ്മുടെ ശങ്കരൻ്റെ ബിരിയാണിയാണ് അല്ലേ? സന്ധ്യ, സോഷ്യൽ മീഡിയ നിറയെ ബിർനാണിയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച. ബിരിയാണിയല്ല, ബിർനാണി എന്നാണ് ശങ്കരൻ്റെ ആ വാക്കുകൾ. അവൻ ആലപ്പുഴക്കാരനാണ്. നമ്മുടെ കേരള ബിരിയാണി ക്വീൻ ഫെസ്റ്റിൻ്റെ സമാപനം, ജില്ലാതല സമാപനം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ അവനെ കോൺടാക്ട് ചെയ്തു. രാവിലെ ഇവിടെ എത്തിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ മാസം ഫെബ്രുവരി 12-ാം തീയതിയാണ്. മമ്മൂക്കയാണ് ചീഫ് ഗസ്റ്റ്. അന്ന് വന്നാൽ കുറേ ബിരിയാണി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബിരിയാണി വേണം, ആൾക്ക് ബിരിയാണിയൊക്കെ വേണം. പക്ഷേ അവനപ്പോൾ ഓടിപ്പോയി ഒരു കുടുക്ക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, മറ്റേ കുഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അതെടുത്ത് കുറേ ചില്ലറ പൈസ എടുത്ത് കുലുക്കി കാണിച്ചതാ. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് വാങ്ങിത്തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മാമൻ വാങ്ങിത്തരുന്നു പറഞ്ഞപ്പോൾ എന്നാൽ വേണം, ബിരിയാണി വേണമെന്ന് പറഞ്ഞു. എല്ലാം ഒരു നിഷ്കളങ്കമായിട്ട് അവൻ സംസാരിക്കുന്നതെല്ലാം തന്നെ. അവന് ബിർനാണിയാണ് അവൻ്റെ പ്രധാനപ്പെട്ട വാക്ക്. ബിർനാണിയും കോഴി പൊരിച്ചതും വേണം അങ്കണവാടി എന്നാണ് അവൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൻ്റെ ഭാഗമായി തന്നെ അവൻ്റെ ക്ലിപ്പ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം അവൻ തന്നെയാണ് താരം. ബിർനാണി എന്നുള്ള ഭയങ്കരമായ കമൻറ്റുകൾ വരുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരുടെ അവരെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് എന്നുള്ള ഡയലോഗ് വരുന്നു. അതുപോലെ തന്നെ ജയിലിൽ മട്ടൻ കൊടുക്കുന്നില്ലേ, ചിക്കൻ കൊടുക്കുന്നില്ലേ, പിന്നെ അങ്കണവാടി മട്ടൻ കൊടുത്താൽ ചിക്കൻ കൊടുത്താൽ എന്നുള്ള കമൻറ്റ്. അങ്ങനെ നിരവധി കമൻറ്റുകളുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേരുടെ കമൻറ്റുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ ശങ്കരൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ശങ്കരൻ എന്നും വിളിക്കും, ശങ്കു എന്നും വിളിക്കും. അവന്റെ ആ വാക്കുകളാണ് എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സദ്യ, അതെ, എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു ശങ്കരനെ. അതോടൊപ്പം കേരള ബിരിയാണി ക്വീൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ശങ്കരൻ എത്തുകയാണ്. അവന് ഇഷ്ടമുള്ള അത്രയും ബിരിയാണി കഴിച്ചോട്ടെ അല്ലേ?